സംസ്ഥാനത്തെ അവശ്യ വസ്തുക്കൾക്ക് രൂക്ഷമായ വിലക്കയറ്റമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമായി. സപ്ലൈ ഇല്ലാത്ത സ്ഥാപനമായി സപ്ലൈകോ മാറിയെന്നും പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം ദേശീയ പ്രശ്നമാണെന്നും വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കാഴ്ചക്കാരായി നിൽക്കില്ലെന്നും ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ മറുപടി. സംസ്ഥാനത്ത് പച്ചക്കറിയുടെയും പലവ്യഞ്ജനത്തിന്റെയും വില ക്രമാതീതമായി കൂടിയതിനാൽ ജനജീവിതം ദുസ്സഹമാണെന്നും വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലെ പ്രതിപക്ഷ ആവശ്യം. റോജി എം ജോൺ MLA ആണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഉൽപാദക സംസ്ഥാനത്തേക്കാൾ വിലക്കുറവാണ് കേരളത്തിലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ മറുപടി നൽകി. വിലക്കയറ്റം തടയാൻ ഫലപ്രദമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഫലപ്രദമായ വിപണി ഇടപെടൽ ഗവൺമെൻറ് എല്ലാ മേഖലയും നടത്താൻ പരിശ്രമിക്കുന്നുണ്ട്. അതിനനുസരിച്ച് സാമ്പത്തികമായ പ്രയാസങ്ങൾ കുറച്ച് നമ്മെ ബാധിച്ചു എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്. അത് തർക്കിക്കുന്നൊന്നുമില്ല. ആ വിഷയങ്ങൾ പരിഹരിച്ച് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനുള്ള നടപടിയിലാണ് കേരളത്തിലെ ഗവൺമെന്റ്. വിലക്കയറ്റത്തിന്റെ വേദന സർക്കാർ അറിയുന്നില്ലെങ്കിലും ജനങ്ങൾ അറിയുന്നുണ്ടെന്ന് റോജി എം ജോൺ തിരിച്ചടിച്ചു. സപ്ലൈ ഇല്ലാത്ത സ്ഥാപനമായി സപ്ലൈകോ മാറിയെന്നും റോജിയുടെ പരിഹാസം. കാരണം സപ്ലൈകോയിലെ വിലവർദ്ധനവ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കില്ല. കാരണം സപ്ലൈകോയിൽ ഒരു സാധനവും ഇല്ല സാർ. സപ്ലൈകോയിൽ പോയി ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചാലല്ലേ ഈ വിലവർദ്ധനവ് ജനങ്ങളെ ബാധിക്കേണ്ട കാര്യമുള്ളൂ സാർ. മാസങ്ങളായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പഞ്ചസാരയില്ല, തുവരപ്പരിപ്പില്ല, വൻപയറില്ല സാർ. ഇപ്പൊ യഥാർത്ഥം എന്താണ്? സപ്ലൈ ഇല്ലാത്ത സപ്ലൈകോ ആയി കേരളത്തിലെ ഈ സംവിധാനം മാറി സാർ. സപ്ലൈകോയെ തകർക്കുന്ന സമീപനം പ്രതിപക്ഷത്തു നിന്നുണ്ടാകുന്നത് ദൗർഭാഗ്യകരമെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ആവശ്യമായ പരിഗണന സപ്ലൈകോയ്ക്ക് നൽകുന്നുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നമ്മളെപ്പോഴും ബഡ്ജറ്റ് തുകയുണ്ടെങ്കിൽ അതിനേക്കാളും അധികം കൊടുത്തിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇനിയും കൂടുതൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ളൊരു മേഖല തന്നെയാണ്. അതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നല്ല പ്രത്യേക ശ്രദ്ധയുണ്ടാകും എന്നതിൻ്റെ ഭാഗമായിട്ട് പറയാൻ ഞാൻ ഉപയോഗിക്കുകയാണ്. എന്നാൽ കണക്ക് നിരത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ധനമന്ത്രിക്ക് മറുപടി നൽകി. കഴിഞ്ഞ വർഷത്തേക്കാൾ 862 കോടി രൂപ കുറവാണ് ഇത്തവണ സപ്ലൈകോ ചെലവാക്കിയത്. സപ്ലൈകോയുടെ ഘാതകരെന്ന് ഈ സർക്കാർ വിലയിരുത്തപ്പെടുമെന്നും സതീശൻ ആരോപിച്ചു. ഈ വിലക്കയറ്റത്തെക്കുറിച്ചും പലചരക്കിന്റെ വിലക്കയറ്റത്തെക്കുറിച്ചും പറയുമ്പോൾ അരി വിതരണത്തെക്കുറിച്ച് പറയുന്നത് അരി എത്രയെന്ന് ചോദിച്ചാൽ പയർ 5 എന്നാണ് മറുപടി പറയുന്നത്. സാർ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ വകുപ്പ് മാത്രമല്ല, ഞാൻ മന്ത്രിയെ കുറിച്ച് മാത്രമല്ല, ഗവൺമെന്റ് ഒട്ടാകെ കൈകാര്യം ചെയ്യേണ്ട ഗുരുതരമായ സ്ഥിതിവിശേഷം ധനകാര്യമന്ത്രി അറിയണം. ഈ ധനപ്രതിസന്ധി, സംസ്ഥാനം കടന്നു പോകുന്ന ഈ ധനപ്രതിസന്ധി നമ്മുടെ സ്റ്റേറ്റിനെ എത്ര വർഷം പുറകോട്ട് കൊണ്ടുപോകും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ സർക്കാരിന്റെ ഏജൻസികൾ മുഴുവൻ ഫെയിൽ ചെയ്യാൻ, സപ്ലൈകോ തകർന്നു, ഹോർട്ടികോർപ്പ് മോശമായി, നമ്മുടെ സംഭരണങ്ങൾ എല്ലാം പാളുന്നു. കാർഷിക മേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ, പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ എല്ലാം ആയി ഉണ്ടാകുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം, അതിൻ്റെ മീതെ കൂനിന്മേൽ കുരുവെന്നതുപോലെയാണ് ഗുരുതരമായ ഈ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.